വാഹനങ്ങളിൽ ഈ സ്റ്റിക്കറുകളും ലൈറ്റുകളും പിടിപ്പിക്കുന്നതുമടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാൻ MVD നീക്കം നടത്തുന്നു. നിറം മാറ്റം പോലുള്ളവയ്ക്ക് പണമടയ്ക്കണം, പ്രത്യേക അനുമതിയും വാങ്ങണം, അധിക സ്പീക്കറുകളും ഘടിപ്പിക്കാം. ഗതാഗത കമ്മീഷന്റെ റിപ്പോർട്ട് പരിശോധിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുക്കും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനിസ, ഈ മോഡിഫിക്കേഷനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു സർക്കാരാണിത്. അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടമല്ലേ? അതൊക്കെ നമ്മൾ കാണണമല്ലോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉള്ള നാടാണ്. അപ്പോൾ എങ്ങനെയാണ് പുതിയ നിർദ്ദേശങ്ങൾ, ഈ MVD നീക്കങ്ങൾ? സേതു, VD സതീശൻ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന സമയത്ത് തന്നെ നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഈ ഒരു ചോദ്യം, മോഡിഫിക്കേഷൻ എപ്പോഴായിരിക്കും എന്ന ചോദ്യത്തിന് ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു പൂക്കി ചിരിയൊക്കെ വൈറലായ ആ ചിരിയൊക്കെ അതിന്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ ഇതാ 18 തരം മോഡിഫിക്കേഷനുമായി MVD മുന്നോട്ട് പോവുകയാണ്. വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ലൈറ്റുകൾ അടക്കം മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത്. ഗതാഗത കമ്മീഷൻ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുക്കും. അധിക സ്പീക്കറുകളും ഘടിപ്പിക്കാം. ചില മാറ്റങ്ങൾക്ക് RTOയുടെ പ്രത്യേക അനുമതി ആവശ്യമായിട്ടുണ്ട്. ആ അനുമതി അത്തരത്തിൽ ലൈസൻസിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രത്യേക അനുമതിയും വാങ്ങിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സ്റ്റിക്കറുകളൊക്കെ ഘടിപ്പിക്കുന്ന സമയത്ത് മാന്യതയുള്ളവയായിരിക്കണം. കൂടാതെ ലൈറ്റുകൾ പല തരത്തിലുള്ള, ഏത് തരത്തിലുള്ള ലൈറ്റുകളും ഉപയോഗിക്കാം. പിന്നെ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് പോകാൻ അധിക സ്പീക്കറുകളും ഘടിപ്പിക്കാമെന്നും ഇതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും 18 തരത്തിലുള്ള നിർദ്ദേശങ്ങളും മോഡിഫിക്കേഷനുമാണ് വരുത്താൻ കഴിയുന്നത്. അതിൽ സീറ്റ് കവർ ഉണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, സ്റ്റിയറിംഗ് വീൽ കവർ ഉണ്ട്, ക്രോം ഗ്രാനിഷ് ഉണ്ട്, ഡോർ വൈവേഴ്സ് അടക്കം അങ്ങനെ നിരവധി മോഡിഫിക്കേഷനാണ് നടത്താൻ കഴിയുന്നത്. സേതു, ഓക്കെ.